അസ്സലാമലൈക്കും. ഞാനൊന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മത്തി അഥവാ നാടൻ ചാള. ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വറുത്തറിഞ്ഞ മീൻകറി ഉണ്ടാക്കാം. മീൻകറിക്ക് ആവശ്യമായ ഒരു തേങ്ങ നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി. ഇതാണ് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം. ഇത് വറുക്കാനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് തേങ്ങ അതിലോട്ടിട്ട് നല്ലതുപോലെ വറുക്കണം. ചെറിയ ഉള്ളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കണം. ഏതാണ്ടൊന്ന് റെഡിയായി വരുമ്പോ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി അതിലോട്ട് ഇട്ട് ഒരു 3 കൊത്ത് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വറുക്കണം. വീണ്ടും അതിലോട്ട് ഒരു സ്പൂൺ പെരിഞ്ജീരകം, ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇടണം, വലിയ ജീരകം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം ഒരു ചെറിയ സ്പൂൺ എണ്ണ അവിടെ ഒഴിച്ചു കൊടുക്കണം, വെളിച്ചെണ്ണ. എന്നിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ലതുപോലെ മൂത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ അല്പം കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൈ ഇളക്കാതെ ഒന്നുകൂടെ വറുത്ത് കൊടുക്കണം. കാരണം മുളക് പൊടി കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഈ ഓഫ് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചു കൊണ്ടുവരണം. നല്ല തണുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച മീനിന്റെ കൂട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് നല്ലതുപോലെ അടിച്ച് ഈ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അടിക്കണം. നമ്മൾ എടുത്തു വെച്ച മസാല നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത ചട്ടിയിലോട്ട് തന്നെ അതിനെ ഒഴിക്കുകയാണ്. 1/2 കിലോ മത്തിക്കാണ് നമ്മൾ ഇത്രയും കറി ഒഴിക്കുന്നത്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യമുള്ള ഉപ്പും ഇട്ട് ഒരു തക്കാളി അരിഞ്ഞത്, ഒരു കത്തിരിക്ക, 3 പച്ചമുളക്, വലിയ പച്ചമുളക്, ഒരു മുരിങ്ങയ്ക്ക, 2 തണ്ട് കരിവേപ്പില. ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി 2 മിനിറ്റ് മൂടി വെക്കണം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. മീനിടാതെ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട്. 1/2 കിലോ മത്തിയാണ് ഞാൻ വാങ്ങിയത്. എല്ലാ മത്തി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മീനെല്ലാം ഇട്ടതിന് ശേഷം 10 മിനിറ്റ് നല്ലതുപോലെ അടച്ചു വെക്കണം. റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനൊരു ബൗളിലോട്ട് കുറച്ച് കറി നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.